ഇപ്പോൾ കഴിഞ്ഞ വർഷം തായ്ലൻഡ് വിസ എങ്ങനെയാണ് എടുക്കുന്നതെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് ഇന്തോനേഷ്യയിലേക്ക് ഉള്ള വിസ എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് ബാലിയിലേക്ക് ടൂർ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാലിയിലേക്ക് പോകുമ്പോൾ വിസ ഓൺ അറൈവൽ ആണ് ഉള്ളത്. അപ്പോൾ ഇന്തോനേഷ്യയിലേക്ക് എവിടെ പോയാലും ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവൽ ആണ്. അതായത് ഇന്തോനേഷ്യയിൽ എത്തിയതിന് ശേഷം വിസ എടുത്താൽ മതിയാവും. പക്ഷെ അതിന് മുന്നേ വേറെ കുറച്ച് ഡോക്യുമെന്റ്സ് വേണം. തായ്ലൻഡിൽ പോകുന്ന അത്ര എളുപ്പമല്ല ഇവിടുത്തെ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ആദ്യം വേണ്ടത് എല്ലാ രാജ്യത്ത് പോകുമ്പോഴും പോലെ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ കൺഫർമേഷൻ്റെ കോപ്പിയുമാണ് കേട്ടോ. അത് കയ്യിൽ വയ്ക്കാം. ഇത് കൂടാതെ എന്തൊക്കെ വേണമെന്ന് പറയാം. ആദ്യത്തേത് ടൂറിസം ലെവി ചാർജസ് ആണ്. ഇതൊരു ടാക്സ് എമൗണ്ട് ആണ്. ഒന്നല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ എത്തിയതിന് ശേഷം, ബാലിയിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് പേ ചെയ്യാം. ഞങ്ങൾ ഓൺലൈനാണ് പേ ചെയ്തത്. 1,50,000 ഇന്തോനേഷ്യൻ റുപ്പിയ, അതായത് ഏകദേശം 800 രൂപ. അതാണ് ഒരാൾക്ക് ടാക്സ് ആയിട്ട് വരുന്നത്. ഓൺലൈൻ പേ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ എമൗണ്ട് നിങ്ങൾ ഇന്തോനേഷ്യയിലേക്കാണല്ലോ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇന്റർനാഷണൽ ഫണ്ട് ട്രാൻസ്ഫർ ഓഫ് ചെയ്ത് ഇട്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലിമിറ്റ് 1,50,000 ഇന്തോനേഷ്യൻ റുപ്പിയേക്കാളും കുറവാണെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഫെയിൽ ആവും. അതുപോലെ എനിക്ക് തോന്നുന്നത് റൂപേ കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ബാക്കി കാർഡുള്ളവർ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ്ങിൽ കയറിയിട്ട് ഇന്റർനാഷണൽ പേയ്മെൻറ്റ് ഓൺ ചെയ്തിട്ട് ഡെയിലി ലിമിറ്റ് ഒന്ന് കൂട്ടി വെച്ചോളൂ കേട്ടോ. എന്നിട്ട് ഈ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് പോകും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിങ്ങൾ loveBali.bali.gov.id എന്ന വെബ്സൈറ്റിൽ പോയതിന് ശേഷം നിങ്ങളുടെ പേര് പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും നിങ്ങൾ എന്നാണ് അവിടെ എത്തുന്നതെന്നും കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ തന്നെ ടാക്സ് പേ ചെയ്യാം. രണ്ടാമത്തത് കസ്റ്റംസ് ഡിക്ലറേഷനാണ്. ഇതും ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഇത് ചെയ്യാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എയർപോർട്ടിൽ കസ്റ്റം ഡിക്ലറേഷൻ ചെയ്യാനായിട്ട് ഒരു QR കോഡ് ഉണ്ടാവും. അത് പലയിടത്തുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും ഭിത്തിയിലൊക്കെ ആയിട്ട്. അത് സ്കാൻ ചെയ്തിട്ട് ഓൺലൈനായിട്ട് തന്നെയാണ് ഈ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ കസ്റ്റം ഡിക്ലറേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന QR കോഡ് കസ്റ്റംസ് ഓഫീസറിനെ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ecd.beacukai.go.id എന്ന സൈറ്റിൽ പോവുക. അവിടെ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങളുടെ പേര്, പാസ്പോർട്ട് നമ്പർ, അവിടെ എത്തുന്ന ഡേറ്റ്, ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഷിപ്പിൻ്റെ നമ്പർ, നിങ്ങളുടെ ജോലി എന്താണ്, എത്ര പേരാണ് കൂടെ ട്രാവൽ ചെയ്യുന്നത്, എത്ര ബാഗ് ഉണ്ട്, എന്തൊക്കെയാണ് ബാഗിലുള്ളതെന്ന് കുറച്ച് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം ഫില്ല് ചെയ്ത് ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ഒരു ഗ്രൂപ്പിന് ഒരു QR കോഡ് ജനറേറ്റ് ആവും. അതായത് ആ ഗ്രൂപ്പിന് മൊത്തത്തിൽ ഒറ്റ QR കോഡാണ്. ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരാളുടെ QR കോഡ് കസ്റ്റംസിൽ സ്കാൻ ചെയ്താൽ മതി. ആ ഗ്രൂപ്പിന് മൊത്തത്തിൽ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇനി മൂന്നാമത്തത് ബാലി ഹെൽത്ത് പാസ് ആണ്. ഇതൊന്നുമില്ല, നമുക്ക് മങ്കി പോക്സ് അഥവാ എംപോക്സ് ഇല്ല എന്ന് നമ്മൾ തന്നെ സ്വയം ഡിക്ലെയർ ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ sshp.kemkes.go.id എന്ന സൈറ്റിൽ പോവുക. അവിടെ നിങ്ങളുടെ പേര്, ഫ്ലൈറ്റ് നമ്പർ, ഫ്ലൈറ്റിലത്തെ സീറ്റ് നമ്പർ, എന്തൊക്കെ സിംറ്റംസ് ആണ് ഇപ്പം നിങ്ങൾക്കുള്ളത്, ബാലിയിൽ എത്തുന്നതിന് 21 ദിവസം മുന്നേ ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ട്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുക്കേണ്ടത്. ഈ രാജ്യങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ഫ്ലൈറ്റ് കയറിയത്, ഏതൊക്കെ രാജ്യങ്ങളിൽ ട്രാൻസിറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കൂടെ കൊടുക്കണം കേട്ടോ. അതായത് ഇന്ത്യ, ഇപ്പോൾ നിങ്ങൾ മലേഷ്യ വഴിയാണ് പോകുന്നതെങ്കിൽ മലേഷ്യ, അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു QR കോഡ് കിട്ടും. ഈ QR കോഡ് ഒന്ന് സൂക്ഷിച്ച് വെച്ചോട്ടോ. സൂക്ഷിച്ച് വെക്കാൻ പറഞ്ഞാൽ അവർ സജസ്റ്റ് ചെയ്യുന്നത് ആ പേജ്, അതായത് QR കോഡ് ജനറേറ്റ് ചെയ്യുന്ന വെബ് പേജ് ബുക്ക് മാർക്കായിട്ട് സേവ് ചെയ്ത് വെക്കാനാണ് അവർ പറയുന്നത്. സോ അതൊന്ന് ചെയ്തേക്കുക. അല്ലെങ്കിൽ ഈ QR കോഡ് കാണിക്കുന്ന പേജിൻ്റെ ലിങ്ക് എവിടെയെങ്കിലും സേവ് ചെയ്തിട്ടേക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും വാട്സാപ്പിൽ അയച്ചു കൊടുക്കുക, എന്തെങ്കിലും ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്രീൻഷോട്ടും കൂടെ എടുത്ത് വെച്ചോ. ഇനിയിപ്പോൾ എങ്ങാനും അവിടെ ചെല്ലുമ്പോൾ നെറ്റ് എങ്ങാനും കിട്ടിയില്ലെങ്കിലോ. ഈ സ്റ്റെപ്പ് ഞങ്ങൾക്ക് 2 കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തത്, പേര് ടൈപ്പ് ചെയ്യുമ്പോൾ പാസ്പോർട്ടിലെ പേരാണല്ലോ ടൈപ്പ് ചെയ്യേണ്ടത്.
അപ്പോൾ 30 ക്യാരക്ടറിൻ്റെ മേലെ പേരുണ്ടെങ്കിൽ ഒരു പരസ്പര ബന്ധമില്ലാത്ത ഒരു എറർ മെസ്സേജ് ആണ് കാണിക്കുന്നത്. അന്നേരം നിങ്ങൾ മനസ്സിലാക്കിക്കോ, സ്പേസ് ഉൾപ്പെടെ ഉള്ള ക്യാരക്ടേഴ്സ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എറർ മെസ്സേജ് വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു എറർ മെസ്സേജ് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 30 ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്താൽ മതി, പിന്നെ എറർ മെസ്സേജ് വരില്ല. രണ്ടാമത്തേത്, ഈ പോർട്ട് ഓഫ് അറൈവൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിലും പോർട്ട് ഓഫ് അറൈവൽ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അവിടെ നമ്മൾ ഇറങ്ങിയ എയർപോർട്ടിൻ്റെ പേരാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ബാലിയിലാണ് ഇറങ്ങുന്നതെങ്കിൽ ബാലിയിലെ എയർപോർട്ടിൻ്റെ പേര് കൊടുക്കുക. ഇപ്പോൾ എയർപോർട്ടിൽ തപ്പുമ്പോൾ ലിസ്റ്റ് തപ്പുമ്പോൾ ബാലി എന്നൊരു ഓപ്ഷൻ കാണില്ല, കുറച്ച് കൺഫ്യൂഷൻ ആവും. ഞങ്ങൾക്ക് കൺഫ്യൂഷനായി. അപ്പം നിങ്ങൾ കൊടുക്കേണ്ടത്, ഇപ്പോൾ ബാലിയിലാണ് ഇറങ്ങുന്നതെങ്കിൽ DPS ആണ്. അത് DPS ആണ് എയർപോർട്ട് കോഡ്. എയർപോർട്ടിൻ്റെ പേര് ഐഗുസ്റ്റി മുറാറായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. അപ്പോൾ ബാലിയിലെ എയർപോർട്ട് ഉള്ളത് ഡെൻപാസാർ എന്ന സ്ഥലത്താണ്. അപ്പോൾ കൂടുതലും ബാലി എന്നതിനേക്കാളും ഡെൻപാസാർ എന്ന പേരാണ് പലയിടത്തും കാണുന്നത്. പക്ഷേ ഇത് ഈ പോർട്ടിൽ ഈ പേര് കണ്ടില്ല. ഇതിനകത്ത് ഐഗുസ്റ്റി മുറാറായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നുണ്ട്, DPS എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഈ ഓപ്ഷൻ കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഡോക്യുമെൻറ്റ്സ് ആയിട്ടുണ്ട്. ഇനി വിസ എടുക്കാം. വിസ എടുക്കാനായിട്ട് ഒരാൾക്ക് 5 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പിയ ആണ് വരുന്നത്. അതായത് ഏകദേശം ഒരു 2700 രൂപ ആണ് വരുന്നത്. ഓൺ അറൈവൽ എടുക്കാൻ നേരം നമ്മൾ പാസ്പോർട്ടും പിന്നെ റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റും പിന്നെ അതേപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് ഡീറ്റെയിൽസും ആദ്യത്തെ കൗണ്ടറിൽ കൊടുക്കണം. കൂടാതെ ക്യാഷ് ആയിട്ട് തന്നെ വേണം. 5 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്യ അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് അതിന് സമാനമായിട്ടുള്ള $US കൊടുത്താലും മതി. അവിടെ $US അക്സെപ്റ്റ് ചെയ്യും, ഇന്തോനേഷ്യൻ റുപ്പിയയും അക്സെപ്റ്റ് ചെയ്യും. വേറെ കറൻസി ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കടകളിലൊക്കെ കാർഡ് എടുക്കുന്നുണ്ട്, പക്ഷേ വിസയുടെ പ്രോസസ്സിന് വേണ്ടിയിട്ട് ക്യാഷ് തന്നെ വേണം. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ അവരൊരു സ്ലിപ്പ് തരും, പേയ്മെൻറ്റ് സ്ലിപ്പ്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു എന്ന് കാണിച്ചിട്ട് ഒരു സ്ലിപ്പും പിന്നെ അതിനകത്ത് തന്നെ ഒരു വിസ ഇത്ര നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും. ഇതുമായിട്ട് നമ്മൾ നേരെ ഇമിഗ്രേഷൻ ഓഫീസറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അതായത് നമ്മൾ ജസ്റ്റ് അടുത്ത കൗണ്ടറിൽ അവർ ചോദിക്കും പാസ്പോർട്ട്, അതേപോലെ തന്നെ ട്രാവൽ ഡോക്യുമെൻറ്റ്സ് ചോദിക്കും. നമ്മളത് കൊടുക്കുക. അപ്പോൾ അവർ വിസ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് തരും. ഇത്രയുള്ള പ്രൊസീജിയേഴ്സ്. ഇത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ അടുത്ത ക്യൂ ഉണ്ടാവും. അത് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ക്യൂ ആണ്. അപ്പോൾ ഇവിടെ എന്താ ക്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കസ്റ്റംസ് ഓഫീസർ ഇരിപ്പുണ്ടാവും. ഈ കസ്റ്റംസ് ഓഫീസറിന് നമ്മൾ ഈ കസ്റ്റംസിൻ്റെ QR കോഡ് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ സ്കാൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് എത്ര പേരുണ്ട് എന്നുള്ളതൊക്കെ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അത്രയും ആൾക്കാരെ, കൂടെയുള്ള ആൾക്കാർ ഇവർ പുറത്തേക്ക് വിടും, പോയിക്കോ എന്ന് പറഞ്ഞിട്ട് വിടും. ഇത്രയുള്ള സംഭവം. പുറത്തിറങ്ങുക. വെൽക്കം ടു ബാലി. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഇത് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക, എന്തുകൊണ്ടാണ് ഹെൽപ്ഫുൾ ആവാത്തത്. ഓക്കെ, അപ്പോൾ ശരി, ബൈ ബൈ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം.